ഹലോ ഫ്രണ്ട്സ്, ഇതേ ഞങ്ങൾ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്കാണ് നല്ല ഉണ്ടമാങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല അങ്ങോട്ട് മേടിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചതയിരിക്കും. പാണ്ടി എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല പുളിപ്പും ഒരു അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സെറ്റ് മാങ്ങയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാങ്ങ. ഞങ്ങളുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് ഇത് കിട്ടില്ല. ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ഉണ്ട മാങ്ങ ഇങ്ങനെ കിട്ടുന്നത്. ഇതിന് എന്തിട്ടാണ് ആപ്പിൾ മാങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഇതേപോലെ മാങ്ങ മേടിച്ചിട്ടുണ്ട് അച്ചാറിടാനോ ഉപ്പിലിടാനോ ഒക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഉപ്പുമായിട്ടിരിക്കും. എന്നിട്ട് കുറച്ച് ഉപ്പും കൂട്ടി അങ്ങോട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പുളിപ്പുണ്ടായി. ഓനൊരു പുളിപ്പില്ലാണ്ട് കൂസലില്ലാണ്ടിരുന്ന് അവനങ്ങ് കഴിക്കാനുണ്ട്. കറുമുറാന്ന് കഴിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ അരിഞ്ഞെടുത്ത് അതിൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. ഇത് നമ്മുടെ കുത്തുമുളക് പൊടി ആട്ടോ. കുത്തുമുളക് പൊടി എന്ന് പറയുമ്പോൾ വറ്റൽമുളക് പൊടി മറ്റേ എന്താണ് ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ കല്ലുപ്പും പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ കായപ്പൊടി ആട്ടോ. അതും കൂടി നന്നായിട്ടിട്ട് ഇളക്കി വരവി എടുക്കണേ. അതിൽ ആ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വെയിലത്ത് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിലിടാനായിരുന്നാലും അച്ചാറിടാനായിരുന്നാലും അവസാനം കാണൂല. ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് തീരും കേട്ടോ. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് കടുകിട്ട് മാങ്ങ എത്ര സമയം വെക്കണമെന്ന് വെച്ചാൽ 1 മണിക്കൂറെങ്കിലും നല്ല വെയിൽ കൊള്ളണേ. എന്നിട്ട് അതിലേക്ക് നമ്മളെ കറിവേപ്പിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത ആ മാങ്ങയില്ലേ അതും കൂടി അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വിനാഗിരി വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇത് കുറച്ച് കഴിക്കണ കാരണം പെട്ടെന്ന് തീരുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പൂക്കുകയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വിനാഗിരി ഒഴിച്ച് വെച്ചില്ലെങ്കിൽ പൂത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ പൂക്കുകയൊന്നുമില്ല. ആവശ്യത്തിന് നമുക്ക് എടുത്ത് കൂട്ടുകയും ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ പിതുങ്ങി പോണ രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള ടാറ്റാ ബൈ.